ഇതുവരെ കിട്ടിയിട്ടുള്ള തെളിവുകളും മൊഴിയും വെച്ച് നോക്കുമ്പോൾ ഓമനയുടെ മരണം ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിലെത്തിച്ചേരാൻ എന്നെ നിർബന്ധിക്കുന്നു. എക്സെപ്റ്റ് ഫോർ ശ്രീധരന്റെ മൊഴി. അത് ഫേസ് വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. അല്പം എക്സാജറേഷൻ ഉണ്ട്. ഏത് സമയത്തും അയാൾ അത് മാറ്റി പറയും. എന്റെ നിഗമനവും ആത്മഹത്യ തന്നെയാണെന്നാണ്. എസ്പെഷ്യലി മുമ്പൊരിക്കൽ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതുകൊണ്ട്. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആത്മഹത്യയെ സപ്പോർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് റൈറ്റ്. പക്ഷെ എന്തോ എന്റെ കോൺഷ്യസ്നെസ് ഈ തെളിവുകളും മൊഴിയും അപ്പാടെ സ്വീകരിക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? മർഡർ എന്ന നിലയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലൂ വേണ്ടേ? ഇനി ആകെപ്പാടെ ചോദ്യം ചെയ്യാനുള്ളത് ആ തോമാച്ചനും ആനയും കുറെ നാട്ടുകാരും മാത്രമാണ്. അവരിൽ നിന്നും വല്ലതും കിട്ടുമോ ആവോ? സംശയമാണ് സാർ. നമ്മളൊരാളെ വിട്ടുപോയി സാർ, ഡ്രൈവർ വാസുവിന്. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അയാൾ എന്ത് പറയാൻ? എനിക്ക് ചില സംശയങ്ങളുണ്ട് സാർ. എന്താ പറയൂ. ഡോക്ടറുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് മരണം നടന്നിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിരുന്നു എന്നാണ്. കമോൺ. പോസ്റ്റ്മോർട്ടം നടന്നത് രാവിലെ 11 മണിക്കാണ്. അപ്പോൾ മരണം സംഭവിച്ചിരിക്കേണ്ടത് തലേ ദിവസം രാത്രി ഉദ്ദേശം 8 മണിക്കായിരിക്കും. കുമാരപുരം പഞ്ചായത്തിൽ രാത്രി 9:30 മണിവരെ മഴ പെയ്തിരുന്നു. സ്റ്റേഷനിൽ ആ സമയത്ത് ഞാൻ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. 9:30 മണിക്ക് മഴ തീർന്നതിന് ശേഷമാണ് ഞാനും PC ബാലകൃഷ്ണൻ നായരും കൂടി ഊണ് കഴിക്കാൻ പോയത്. 8 മണിക്ക് ഓമന ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഡെഡ് ബോഡിയിലും വസ്ത്രങ്ങളിലും മഴത്തുള്ളി തെറിപ്പിച്ച ചെളിയുടെയും മറ്റും പാടുണ്ടാകേണ്ടതായിരുന്നു. കൂടാതെ രക്തം മഴവെള്ളത്തിൽ കലങ്ങി ഒഴുകിക്കിടക്കുമായിരുന്നു. ഓമനയുടെ മരണം ആത്മഹത്യയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഒരുപക്ഷെ ഡോക്ടർക്ക് തെറ്റുപറ്റിയതാണെങ്കിലോ 1-2 മണിക്കൂറിന്റെ വ്യത്യാസമൊക്കെ വേണമെങ്കിൽ സംഭവിക്കാം. എനിവേ വി വിൽ വെയിറ്റ് ഫോർ ദ ഫോറൻസിക് റിപ്പോർട്ട്. അല്ലേ സർ? യെസ്, എനിക്കും അതാണ് തോന്നുന്നത്. ഞാൻ ഇറങ്ങട്ടെ. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. അലക്സ് ആ ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വെറുതെ കേസ് വെച്ചതാ. അലക്സിനെന്തോ ഈ മരണം ഒരു ആത്മഹത്യയായി കാണണമെന്ന് വളരെ നിർബന്ധം അല്ലേ? എനിക്കറിയില്ല സർ. തോമാച്ചൻ ചാക്കോയുടെ ആരാ? അങ്കിളാണ് സർ. പക്ഷേ ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. എനിക്കത് മനസ്സിലായി. നാളെ ഏതായാലും ആ ഡ്രൈവർ വാസുവിനെ ഒന്ന് തപ്പണം. ഹി മേ ബി വെരി യൂസ്ഫുൾ ടു അസ്. യെസ് സർ. സർ, ഫയൽ റൂമിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ? ചാക്കോ വയ്ക്കുള്ളൂ. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? പ്രതീക്ഷിച്ചതുപോലെ തന്നെ. വേണമെങ്കിൽ ഒരു 90% തള്ളിക്കളയാം. അപ്പോൾ കാര്യമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? വേണമെങ്കിൽ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു അന്വേഷണം കൂടെ നടത്തി ഫയൽ ക്ലോസ് ചെയ്യാം അല്ലേ? വി വിൽ സപ്പോർട്ട് ദി ഫൈൻഡിങ്സ് ഓഫ് ദി സ്റ്റേറ്റ് പോലീസ്. വരട്ടെ സാർ. നാളെ വൈകിട്ട് ഞാനൊരു കോൺസ്റ്റബിൾ ചാക്കോയെ കാണുന്നുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഒപ്പീനിയൻ കറക്റ്റ് ആയിട്ട് പറയാം. മിസ്റ്റർ സേതുരാമൻ, റൂം നമ്പർ 302. താങ്ക് യു. ചാക്കോ അല്ലേ? അതെ സർ. വരൂ. വളരെ പേഴ്സണൽ ആയതുകൊണ്ടാണ് ചാക്കോയുടെ ഓഫീസിൽ വരാതെ ഈ ഹോട്ടലിൽ വരാൻ പറഞ്ഞത്. സിനാം, പേടിക്കണ്ട. ശരി, ഇതുപോലെയുള്ളൊരു കേസിൽ ഒരു പോലീസുകാരൻ ഇടപെട്ടാലുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊന്നും റെക്കോർഡ് ചെയ്യില്ല. ഒരു സ്റ്റേറ്റ്മെന്റിലും ചാക്കോ ഒപ്പിടുകയും വേണ്ട. ചാക്കോയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് തോമസും ആനിയും പറഞ്ഞു. ഇതൊരു കൊലപാതകമാണെന്ന് ചാക്കോയ്ക്ക് തോന്നുവാനുണ്ടായ പ്രൈം റീസൺസ് എന്തൊക്കെയാണ്? മരണം നടന്നിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിരുന്നുവെന്നാണ് ഡോക്ടറുടെ മൊഴി. പോസ്റ്റ്മോർട്ടം നടന്നത് പിറ്റേ ദിവസം രാവിലെ 11 മണിക്കാണ്. അപ്പോൾ മരണം സംഭവിച്ചിരിക്കേണ്ടത് തലേ ദിവസം രാത്രി ഉദ്ദേശം 8 മണിക്കാണ്. രാത്രി 9:30 മണിവരെ കുമാരപുരം പഞ്ചായത്തിൽ മഴ പെയ്തിട്ടുണ്ട്. ഞാനന്ന് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. 9:30 മണിക്ക് മഴ നിന്നതിന് ശേഷമാണ് ഞാനും PC ബാലകൃഷ്ണൻ നായരും കൂടി ഊണ് കഴിക്കാൻ പോയത്. 8 മണിക്ക് ഓമന ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡിയിലും വസ്ത്രങ്ങളിലും മഴത്തുള്ളി തെറിപ്പിച്ച് വീണ ചെളിയുടെയും മറ്റും പാടുണ്ടാകേണ്ടതായിരുന്നു. കൂടാതെ രക്തം മഴവെള്ളത്തിൽ കലങ്ങി ഒഴുകിക്കിടക്കുമായിരുന്നു. ഇതൊക്കെ എനിക്ക് സംശയങ്ങൾ തോന്നാനുണ്ടായ കാരണങ്ങളാണ് സർ. പിന്നെ ഡോക്ടറുടെ മൊഴിയെടുത്ത SI ആണ്. മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഡോക്ടറുടെ മൊഴിയിൽ പറഞ്ഞ 15 മണിക്കൂർ സർട്ടിഫിക്കറ്റിൽ 13 മണിക്കൂറായി കുറഞ്ഞു.
പിന്നെന്തുകൊണ്ട് ഡോക്ടറോട് ഈ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് ചോദിച്ചില്ല? ചോദിക്കേണ്ടി വന്നില്ല സർ. കറക്റ്റ്. ചോദിക്കേണ്ടവരെ അവർ ഒഴിവാക്കിയല്ലോ അല്ലേ? ഒരുപക്ഷെ യഥാർത്ഥമായി തന്നെ ഡോക്ടർക്ക് അബദ്ധം പറ്റിയതാണെങ്കിലോ? ഒരു ആർഗ്യുമെന്റിന് വേണ്ടി വേണമെങ്കിൽ അങ്ങനെ വാദിക്കാം. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല സർ. ഡോക്ടറുടെ ആദ്യത്തെ മൊഴി ഒരു അബദ്ധത്തിൽ പറ്റിയ സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ആത്മഹത്യയെ സപ്പോർട്ട് ചെയ്യാണല്ലോ. സപ്പോർട്ട് ചെയ്യിച്ചതാകാൻ പാടില്ലേ സർ? വെൽ, താങ്ക് യു വെരി മച്ച് മിസ്റ്റർ ചാക്കോ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സർ. റിസപ്ഷൻ. ഞാൻ ഈ റൂം വെക്കേറ്റ് ചെയ്യാണ്. ബില്ല് ഇങ്ങോട്ട് കൊടുത്തേച്ചേക്കും. ചാക്കോ പറഞ്ഞ ആ പോയിന്റ് നിലനിൽക്കുന്നതാണോ? പ്രത്യേകിച്ച് ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ പരസ്പര വൈരുദ്ധ്യമുള്ളപ്പോൾ? ലീഗലായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആക്സെപ്റ്റ് ചെയ്തോട്ടെ. പക്ഷേ ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും തമ്മിലുള്ള പരസ്പര വൈരുദ്ധ്യം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിന്റാണ് സർ. സോ യു ആർ ഇൻ ദ ഗെയിം. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? അതെ സർ. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി നടന്ന സംഭവം. ദാറ്റ് ഹാസ് ആക്സലറേറ്റഡ് മൈ ഡൗട്ട്സ് ഇൻ ദിസ് കേസ്. പോലീസുകാരനാവുമ്പോൾ പല വിരോധങ്ങളും ഉണ്ടാവില്ലേ? ഉണ്ടാവാം സർ. പക്ഷേ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ മറ്റൊരു തരത്തിലാവാൻ വഴിയില്ല. വെൽ, then you proceed. യെസ് സർ. സേതുവിനെ അസിസ്റ്റ് ചെയ്യാൻ വേറെ ആര് വേണം കൂടെ? ഐ പ്രിഫർ സർക്കിൾ ഇൻസ്പെക്ടർ ഹാരി ആൻഡ് സബ് ഇൻസ്പെക്ടർ വിക്രം. ഓക്കെ, സെൻഡ് ഹാരി ആൻഡ് വിക്രം. അവിടുത്തെ DAG എന്റെ പഴയ സുഹൃത്താ. നിങ്ങൾ ആദ്യം അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം. ഹി വിൽ ഡു ദി നീഡ്ഫുൾ. സർ. Vikram, Harry. Yes, sir. Sedu wants you to assist him in this case. What do you say? With pleasure, sir. Sedu, please carry on. താങ്ക് യു സർ. Now this is your property. ഈ കേസിനെ സംബന്ധിച്ചുള്ള എല്ലാ റെക്കോർഡ്സും ഇതിലുണ്ട്. CBI ഈ കേസിൽ ഇടപെടുന്നത് ഒരിക്കലും ലോക്കൽ പോലീസിന് രുചിക്കുന്ന ഒരു ഏർപ്പാടല്ല എന്നെനിക്കറിയാം. എന്നാലും ഉത്തരവാദിത്തപ്പെട്ട ഓഫീസേഴ്സ് എന്ന നിലയ്ക്ക് എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും ആ ജോലി ഭംഗിയായി പൂർത്തിയാക്കണമെന്നുണ്ട്. അതിന്
സാറിന്റെ പരിപൂർണ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓഫ് കോഴ്സ് ഐ വിൽ ഡു മൈ ബെസ്റ്റ്. താങ്ക് യു സർ. ഇത് മിസ്റ്റർ ദേവദാസ്. ഇത് CBI DSP മിസ്റ്റർ സേതുരാമയ്യർ. സ്വാമിയാണല്ലേ? അതെ. അവിടെ ഇടൂ. ഫൈൻ, താങ്ക് യു.